ഇപ്പം NDRFന്റെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് അറിയാൻ പറ്റിയത് വലിയ ബുൾഡോസർ വരുന്നുണ്ട്. അതിപ്പോ എത്തുന്നാണ് അറിയാൻ പറ്റിയത്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കരയിൽ നിന്ന് വെള്ളത്തിന്റെ ഭാഗത്തേക്ക് എല്ലാം മണ്ണെടുക്കും എന്നാണ് പറഞ്ഞത്. അത് NDRFന്റെ ആണല്ലേ ജിതിൻ? അല്ല, അവരാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് പ്രൈവറ്റ് ഏജൻസികളാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കരയിൽ നിന്നുകൊണ്ട് വെള്ളത്തിനുള്ളിൽ ആ മൺകൂനയുടെ ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റും, അങ്ങനെയാണോ? ഇപ്പൊ ഈ സൈഡിൽ നിന്നുള്ള ഒന്നുകൂടി എടുത്തു നോക്കും അവര്. അവിടേക്കും എടുക്കാനുള്ള എക്യുപ്മെന്റ്സ് അവർ അന്വേഷിക്കുന്നുണ്ട്. അത് മൺകൂന എടുക്കാനുള്ള മാർഗങ്ങൾ അവർ തേടുന്നുണ്ട്. അത് എത്രത്തോളം ആണെന്ന് അറിയില്ല, തേടുന്നുണ്ട് അവര്. അതായത് നമ്മുടെ ഈ ചായക്കടയുടെ ഭാഗത്തുണ്ടായിരുന്ന മൺകൂന മാറ്റുന്നതിനാണ് ഈ വലിയ ബുൾഡോസർ ഉപയോഗിക്കുന്നത് അല്ലേ? അതിന്റെ അടിഭാഗം. ഓക്കെ ജിതിൻ, ഇപ്പോൾ ഈ പുഴയിലെ തെരച്ചിൽ ഏത് വിധത്തിലാണുള്ളത്? ഇപ്പം കാണുന്നില്ല കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഡൈവേഴ്സിന് അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അവർക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും അടിയൊഴുക്ക് കാരണം ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഡൈവേഴ്സ് ഇതുവരെ ആരും ഇറങ്ങിയിട്ടില്ല? ഇറങ്ങിയിട്ട് അവരെന്ത് ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കാണുന്നുണ്ടായിരുന്നു. ശ്രമിക്കുമ്പോൾ എല്ലാവരും ഒഴുകി പോവാ പെട്ടെന്ന്, അടിയൊഴുക്ക് കൂടുതലായ കൊണ്ട്. അതായത് ഡൈവ് ചെയ്ത് മുങ്ങി വെള്ളത്തിനടിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അല്ലേ? സാധിക്കുന്നില്ല അവർക്ക്. അവർ പെട്ടെന്ന് തന്നെ പൊന്തി ഒഴുകി പോവാണ്. ഞാൻ കണ്ടിരുന്നു ഇവിടുന്നത്. എത്ര സംഘങ്ങൾ ഉണ്ടായിരുന്നു? ഈ ഡൈവേഴ്സ് എത്ര പേരുണ്ടായിരുന്നു? ഡൈവേഴ്സ് അതിൽ ഒരു 2-3 പേരുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിലവിൽ എന്തെല്ലാം പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നതെന്നൊന്ന് പറയാമോ? മണ്ണെടുപ്പ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പുഴക്കരയുടെ ഭാഗത്തുള്ള മണ്ണെടുപ്പ് അതല്ലേ? പുഴയോട് ചേർന്നുള്ള മൺകത്തി, അവിടുത്തെ അതേ മണ്ണെടുക്കുക, അതേ പ്രോസസ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ജിതിൻ, അർജുന്റെ സഹോദരി ഭർത്താവാണ് നമുക്കൊപ്പം ചേർന്നത്. ശിരൂരിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു, അപ്ഡേറ്റുകൾ നൽകുകയായിരുന്നു. ജിതിൻ നിരന്തരമായി അർജുനെ കാണാതായത് മുതൽ അവിടെ ശിരൂരിൽ എത്തി അർജുനുമായി മാത്രമേ തിരികെ വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്ന നിശ്ചയദാർഢ്യം അവിടെ അറിയിക്കുകയും അവിടെ തുടരുകയും ചെയ്യുകയാണ് ഇപ്പോൾ.